നേടാനുള്ള നാരായണൻ കുട്ടി, കിരൺ നാരായണൻ കുട്ടി. ഏവരെയും വടക്കും ദേശത്തിന്റെ മണ്ണിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശക്തനായി നിലനിൽക്കുവാൻ ഉത്തരേന്ത്യൻ മണ്ണിൽ നിന്നിറങ്ങിയ മുട്ടാൻ വന്നവരോട് മുട്ടിയിരിക്കില്ലെങ്കിൽ മാറി നിൽക്കാൻ ആഹ്ലാദിക്കുന്ന അക്ഷരം അക്ഷര നഗരിയുടെ ഇരട്ടച്ചങ്കൻ ഈ പ്രകാശകുലപതി ത്രിലോകാധിപതി സാക്ഷാൽ കിരൺ നാരായണൻ കുട്ടി വരികയാണവൻ, വരികയാണ്. ഭയം തന്റെ രീതിയല്ലെന്നും ഭയന്ന് പിന്മാറിയ ചരിത്രം പഠിക്കില്ലെന്നും കളകുറി തെളിയിച്ചു കൊടുത്ത ഗജരാജ കില്ലാടി. നിലവുകൊണ്ട് നേടാനുള്ളത് നിലവുകൊണ്ട്, മികവുകൊണ്ട് കാണിക്കുവാനുള്ളത് മികവുകൊണ്ടും കാണിക്കുവാനുള്ളവൻ. ഇന്നത്തെ ചോട്ടന്മാർ നിലയ്ക്കാത്ത ആവേശത്തിന്റെ ചരിത്രം പകരം വയ്ക്കാനുള്ള നാരായണൻ കുട്ടി, കിരൺ നാരായണൻ കുട്ടി. ഏവരെയും വടക്കും ദേശത്തിന്റെ മണ്ണിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ശരണമയ്യപ്പ ഹരിഹരസുന്ദരേ ശരണമയ്യപ്പ ശിവപാർവതി പുത്രനേ ശരണമയ്യപ്പ ചന്ദ്രകലാധര തിരുമകനേ ശരണമയ്യപ്പ. അപ്പൊ അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ കൂപ്പൺ വിതരണം നമ്മുടെ ക്ഷേത്രം തന്ത്രി നിർവഹിക്കുകയാണ്. അപ്പൊ അതിനോട് സഹായിക്കണമെങ്കിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ കൂപ്പൺ തന്ത്രിയെ എഴുതി മേടിക്കാം. ഇവിടെ ഒരു ക്ഷേത്രത്തിനെ മൊത്തം നോക്കുമ്പോൾ മുകളിൽ നിന്ന് ദേവന്മാരെ നോക്കുന്ന ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ മുകളിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് ആകാശദേവതകൾ നോക്കുമ്പോൾ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ദേവന്റെ ശരീരത്തിന് തുല്യമായിട്ടാണ്
അപ്പോൾ അതിൽ ദേവന്റെ ശിരസിന്റെ ഭാഗത്താണ് ശ്രീകോവിൽ വരിക. ആ കഴുത്തിന്റെ ഭാഗത്ത് ശ്രീകോവിലിന്റെ സോപാനം. ഒരു മുഖമണ്ഡപമുള്ള ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ഭാഗത്ത് മുഖമണ്ഡപം. ചുറ്റമ്പലത്തിന് ആകെ ഭഗവാന്റെ ശരീരമായിട്ടാണ് സങ്കല്പിക്കുന്നത്. നട്ടല്ലായിട്ട് കൊടിമരമുള്ള സ്ഥലത്ത് കൊടിമരത്തിനെ ഒക്കെ നമ്മൾ കാണും. അപ്പോൾ അതുപോലെ നോക്കുമ്പോൾ നമ്മളിവിടെ ആരംഭിക്കുന്നത് ചുറ്റമ്പലത്തിൻ്റെ നിർമ്മിതിയോട് കൂടിയിട്ടാണ്. ചുറ്റമ്പലത്തിൻ്റെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശിരസും ഹൃദയഭാഗവും മാത്രമായി നിൽക്കുന്ന ഭഗവാന്റെ മൊത്തമായിട്ടുള്ള ശരീരം നമ്മൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഈ കാര്യത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യാവുന്ന ഒരു വഴിപാട് അല്ലെങ്കിൽ ഒരു സംഭാവനയാണ്. എന്നാൽ എക്കാലവും നിലനിൽക്കുന്ന ഒരു ഫലം കൂടി അതിനുണ്ട്. ദേവനെ നമ്മൾ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സമർപ്പണത്തിലൂടെ ദേവന് ലഭിക്കുന്നത് ആ ഒരു ചുറ്റമ്പലാണെങ്കിൽ ആ ചുറ്റമ്പലം ഇനി എല്ലാ കാലത്തും നിലനിൽക്കും. നമുക്ക് അടുത്ത തലമുറയിലേക്ക് അതിൻ്റെ പിന്നത്തെ തലമുറയിലും എല്ലാവർക്കും വരുമ്പോൾ പറയാൻ പറ്റും എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ മുത്തച്ഛൻ അതിൽ പങ്കാളിയായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു സാധാരണ ഒരു വഴിപാട് ആ ഒരു ദിവസം വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തോടു കൂടി അതിൻ്റെ ഫലം അനുഭവിക്കുകയാണെങ്കിൽ ഫലം അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതൊരു ലൈഫ് ടൈമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. ഓരോ സമർപ്പണവും വളരെയധികം വിലപ്പെട്ടതുമാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ഭഗവത് നാമത്തിൽ എൻ്റെ ഉദ്ഘാടനം രേഖപ്പെടുത്തി.
ഗണപതിയായിട്ട് കണ്ടാണ് ഗണപതി ഹോമത്തിന് നമ്മൾ പൂജ കഴിക്കുന്നത്, കുട്ടിയായിട്ടുള്ള ഗണപതി. എന്നാൽ ഇവിടെ ഗണപതി നമ്മൾ കുറച്ചുകൂടി വളർന്ന് വലുതായിട്ടുള്ള ഗണപതി, ബാലഗണപതിയായിട്ടുള്ള സന്ദർഭത്തിൽ ഇന്ന് സംസാരിക്കുന്നത്, ഇന്ന് പൂജ കഴിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഭഗവാനെ കാണുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് മുഴുവൻ അദ്ദേഹം സ്വീകരിക്കുകയാണ്. ഇപ്പം മതി എന്ന് പറഞ്ഞിട്ട് ആന പോകുന്നില്ല. അപ്പോൾ നമ്മൾ എത്ര കൊടുത്തു കഴിഞ്ഞാലും അത് സ്വീകരിക്കുകയാണ്. അപ്പോൾ അത്രയും നമ്മൾ കൊടുക്കുന്ന ഭക്തൻ്റെ സമർപ്പണം മുഴുവൻ സ്വീകരിക്കുന്ന ഗണപതിയെ സങ്കല്പിച്ചിട്ടാണ് പൂജ ചെയ്യണത്, ആരാധിക്കുന്നത്. ഈ സമയത്ത് ആ ബാലഗണപതി സന്തോഷത്തോടു കൂടി നമ്മളുടെ തടസ്സങ്ങളെല്ലാം മാറ്റി നമുക്ക് ഐശ്വര്യവും ധനം ധാന്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിച്ച് തൊഴുതു കേട്ടോ. ഒരുപാട് ആനയൂട്ട് സമർപ്പിച്ചിട്ടുള്ള ഒരു വലിയ വഴിപാട് പേര് വായിക്കുന്ന ഒരു വരും സനേഷ് തിരുവോണം. അതാരെല്ലാം കൊടുക്ക് സനു, സനു ആരെല്ലാം കൊടുക്ക്. പുഷ്കരൻ, വിലകൻ, അനന്തകൃഷ്ണൻ, അമൃത, വിജയൻ, വത്സൻ, ജാൻവി, പ്രദീപ്, ഷാജി, ശംഭു, ശ്രാവൺ കൃഷ്ണ, ശ്രാരൻ കൃഷ്ണ, ധന്യ, അനഘ, സന്ദീപ്, അൻവിത, വിനായക, ഗോപി, ദേവാൻഷിക, ഷനിൽ, സിയപ്പൻ, കനക, ശ്രീമണികണ്ഠൻ, പ്രഹ്ലാദൻ, വിനൽകുമാർ, രാഹുൽ, രാജേന്ദ്രൻ, അനന്തകൃഷ്ണൻ, രാജു, ഷാജൻ, രഘുകൃഷ്ണ, രഞ്ജിത്ത്, വിലാസൻ, പ്രശോഭിതൻ, പ്രസന്നൻ, ആദിഷ് കുമാർ, അപ്പാലകൃഷ്ണ, സജി, സജിത്, ശ്രുതി, അഖിൽ, ആദിലക്ഷ്മി, ബിന്ദു, രവീന്ദ്രൻ, അതുൽ കൃഷ്ണ. ഇനി ആരെങ്കിലും കൊടുക്കണം എന്നുള്ള എല്ലാവർക്കും ഒന്ന് കൊടുക്കാം കേട്ടോ. ആദ്യം ഒരുപാട് പേരെ വിളിക്കുന്നുള്ളൂ. Thank you.